ഫാദർ അരുൾദോസിനെ കൊലപ്പെടുത്തിയ കേസിൽ ദാരാ സിംഗിന്റെയും മറ്റു 3 പേരുടെയും ജീവപര്യന്തം തടവ് ശരിവെച്ച ഒഡീഷ ഹൈക്കോടതി 1999 സെപ്റ്റംബർ 2 പുലർച്ചെയായിരുന്നു ഫാദർ അരുൾദോസ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. 1999 ജനുവരി 22 ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും പറക്കമുറ്റാത്ത അദ്ദേഹത്തിന്റെ 2 മക്കളെയും നിഷ്കരുണം കൊലപ്പെടുത്തിയ കേസിലും പ്രതിയായിരുന്നു ദാരാ സിംഗ്. ഫാദർ അരുൾദാസിനെ അമ്പെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ 2007 സെപ്റ്റംബർ 23 വിചാരണ കോടതി ദാരാ സിംഗിനെയും കൂട്ടാളികളെയും ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ഫാദർ അരുൾദാസിന്റെ കൊലപാതകത്തിന് ഏകദേശം 9 മാസങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിന്റെയും അദ്ദേഹത്തിന്റെ 2 മക്കളുടെയും കൊലയോടെ കിഴക്കൻ ഒഡീഷ സംസ്ഥാനത്ത് ക്രൈസ്തവ വിരുദ്ധ ആക്രമണത്തിന്റെ മുഖമായി സിംഗും അദ്ദേഹത്തിന്റെ തീവ്ര ഹിന്ദു അനുഭാവികളും കുപ്രസിദ്ധി നേടിയിരുന്നു. സ്റ്റെയിൻസ് കുടുംബത്തിന്റെ കൊലപാതക കേസിൽ താൻ ഇതിനകം 21 വർഷത്തിലേറെ ജയിൽവാസവും പോലീസ് കസ്റ്റഡിയും അനുഭവിച്ചിട്ടുണ്ടെന്നും അതിനാൽ ജയിലഴികൾക്കുള്ളിൽ ചെലവഴിച്ച വർഷങ്ങൾ കണക്കിലെടുത്ത് വൈദികനെ കൊലപ്പെടുത്തിയ കേസിലെ വിധിയിൽ ഇളവ് നൽകണമെന്നുമായിരുന്നു ദാരാ സിംഗ് ഒഡീഷ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. എന്നാൽ ചീഫ് ജസ്റ്റിസ് എസ് മുരളീധർ, ജസ്റ്റിസ് ചിത്രഞ്ജൻ ദാസ് എന്നിവരടങ്ങിയ 2-അംഗ ബെഞ്ച് സിംഗിനും മറ്റു 3 പേർക്കും വിധിച്ച ജീവപര്യന്തം ശിക്ഷ ശരിവെക്കുകയും സെപ്റ്റംബർ 7 അവരുടെ അപ്പീൽ തള്ളുകയുമായിരുന്നു. ബജ്റംഗ് ദൾ അംഗങ്ങളായിരുന്ന ദാരാ സിംഗും അനുയായികളും 1999 ഗ്രഹാം സ്റ്റെയിൻസിന്റെയും മക്കളുടെയും കൊലപാതകത്തോടെ ക്രൈസ്തവർക്കെതിരെ ഒരു കൊലപാതക പരമ്പര ആരംഭിക്കുകയായിരുന്നു. 1999 ജനുവരി 22 സ്റ്റെയിൻസും അദ്ദേഹത്തിന്റെ 2 ചെറിയ ആൺമക്കളും ഉറങ്ങിക്കിടന്ന കാറിന് ദാരാ സിംഗിന്റെ നേതൃത്വത്തിൽ തീയിടുകയും മൂവരും തങ്ങളുടെ നിത്യവിശ്രമത്തിലേക്ക് യാത്രയാകുകയുമായിരുന്നു. ഇതിന് 9 മാസങ്ങൾക്ക് ശേഷം ബാലസോർ രൂപതയിലെ 35-കാരനായ പുരോഹിതനായ ഫാദർ അരുൾദോസ് 15 പ്രാദേശിക ആദിവാസി കുടുംബങ്ങൾക്കായി കുർബാന അർപ്പിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ദാരാ സിംഗും അനുയായികളും ചേർന്ന് ദേവാലയത്തിന് തീവച്ചതും വൈദികനെ അമ്പെയ്ത് നിർദ്ദയം കൊലപ്പെടുത്തിയതും. 2000 ജനുവരിയിൽ അറസ്റ്റിലായ സിംഗ് ഇപ്പോൾ കിയോഞ്ചോർ ജില്ലയിലെ ജയിലിലാണ്. ദാരാ സിംഗിന്റെ അപ്പീലിൽ കഴമ്പില്ലെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി ആക്രമണത്തിന്റെ സ്വഭാവം, അതുമായി ബന്ധപ്പെട്ട ക്രൂരത, കുറ്റകൃത്യത്തിന്റെ സാഹചര്യങ്ങൾ എന്നിവ കണക്കിലെടുത്തും മുൻകാല ശത്രുതയുടെ അഭാവവും ഇര നിരായുധനായിരുന്നു എന്നത് പരിഗണിച്ചും കേസിൽ ഇളവ് നൽകാനാവില്ലെന്ന് വിധി പ്രസ്താവത്തിൽ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ഷെയ്ക്കന ന്യൂസ്.